കുഴപ്പമില്ലത്തച്ചോ, ഒരുപാട് അങ്ങനെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഴപ്പമില്ലത്തച്ഛൻ അങ്ങോട്ട് ചെല്ലുക, ഈ ഞാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് ഫലിപ്പിക്കുക, അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കുക. ഞാൻ പറഞ്ഞാൽ അവരത് അംഗീകരിക്കൂലടാ. അംഗീകരിക്കുന്ന കുഴപ്പമില്ലത്തച്ഛൻ പറഞ്ഞാലേ അവരത് വിശ്വസിക്കത്തുള്ളൂ. അതിന്റെ ആവശ്യമുണ്ടോ കേശു? ഓ അങ്ങനെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മുടെ സീതാമ്മടുത്ത് ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും, അത് സീതാമ്മ അങ്ങ് വിശ്വസിക്കും ഇല്ലേ? എടാ, നിന്റെ ചേച്ചിക്ക് ആകെ ഒരു അമ്മായച്ഛനും നിനക്ക് ആകെ ഒരു കുഴപ്പമുള്ളത്തച്ഛനേ ഉള്ളൂ. അത് വെറുതെ ഇല്ലാതാക്കണോ? അതില്ലാതാക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയണത്. കുഴപ്പത്തച്ചോ കേക്കണം, ഒരു സാധാരണ ഒരു യുവാവ്, എന്റെ പ്രായമുള്ള ഒരു പയ്യൻ, അവരുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. അത്ര അത്യാവശ്യമായിട്ടൊരു കാര്യമായതുകൊണ്ടാണ്. സംഗതി ശരി തന്നെ, പക്ഷെ ഇവിടെ അവര് അംഗീകരിക്കൂലടാ. അവിടെ അല്ലേ പൊളിയാണത്. അങ്ങനെയാണെങ്കിൽ അവർ അംഗീകരിക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ അമ്മയടുത്ത് പറയും. ഞാൻ കണ്ട സത്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സംസാരിച്ച ആ സ്ഥലമേ കുറച്ച് വശവശ കുടിച്ച സ്ഥലമാണ്. ഏത് ഗതികെട്ട നേരത്താണോ എനിക്ക് അവിടെ പോകാൻ തോന്നിയത്. ഒന്നുമില്ല മോളെ, ഞങ്ങളെ മാർക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മള് ചോദിച്ചു പോലും ഇല്ല, വെറുതെ പറഞ്ഞ് കുളവാക്കണോ? പാറു മക്കളെ, ഞാൻ നിന്നെ ഒന്നൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എന്തായാലും നീ വന്നത് നന്നായി. പോയി എല്ലാരെയും വിളിച്ചോണ്ടു എടി, പോയി വിളിച്ചോണ്ട് പാടി. ഒരു പടയില്ലേ, ചെല്ലങ്ങോട്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ വന്നേ, ആരാ വിളിക്കണേന്ന് ചോദിച്ചാ കുഴപ്പമുള്ളത്തച്ഛനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ അച്ഛാ? അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ അതിന്റെ ആവശ്യമുണ്ട്. കുട്ടിയിട്ടുണ്ടോ അച്ഛന്? അല്ല, കുഴപ്പമില്ല. എന്നാ പിന്നെ സീതാമ്മ വിളിച്ചോണ്ടോടാ. വേണ്ട വേണ്ട, എല്ലാവരും വിളിച്ചോ, ഞാൻ വിളിക്കണെന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് പറയാവോ? എടി, നിനക്കും കൂടെ ഗുണമുള്ള കാര്യം ചെല്ലങ്ങോട്ട്. കുഴപ്പമില്ലത്തച്ചോ, ഒരു മകന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണെന്നങ്ങ് വിചാരിച്ചാൽ ഒരു മോനും ഒരു തന്ത്രടുത്ത് ഇങ്ങനെ ചെയ്തറ. നീയേ ഒരകത്തുമ്പോ വാഴ വെട്ടേണല്ലേ, നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കണടാ. അങ്ങനെയൊന്നും ഇല്ല, ഇത് നമ്മള് ചുമ്മാ ഫ്രണ്ട്ലി ഫയർ അല്ലേ. ഫ്രണ്ട്ലി ഫയർ. നമുക്കെന്നാ അങ്ങോട്ട് പോയാലേ? ആണോ? ആന്ന്, അവരെങ്ങോട്ട് വിളിച്ച് നമ്മൾ അങ്ങോട്ട് പോയ പ്രശ്നമാവും. വേണ്ട, നമുക്ക് അങ്ങനെയല്ല. കുഴപ്പമില്ലത്തച്ചോ, ഫീല് പിടി. ഇല്ലേ, ഞാൻ ഫീല് പിടിക്കും. ഫീല് പിടിക്കട്ടെ എന്നാ കൊള്ള. എല്ലാവരും ഉണ്ടല്ലോ. അല്ല, എന്തിനാ എല്ലാരെയും ഒരുമിച്ച് വിളിച്ച് കാണണമെന്ന് പറഞ്ഞ? അയ്യോ, അത് ഞാനല്ലേ വിളിച്ചേ, കുഴപ്പമുള്ളത്തച്ഛനാ വിളിച്ചേ. കുഴപ്പമുള്ളത്തച്ഛൻ എന്തോ പറയാനുണ്ടെന്ന്. ഞാനാ? ഇല്ലേ, ഞാനാ വിളിച്ചത്. ജനാർദ്ദന, എന്താ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞാട്ടെ. കാര്യമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചേ? ഞങ്ങള് പോട്ടെ. അങ്ങനല്ല, എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ കേശു ചെറുപ്പക്കാരനാണല്ലോ. അതെ, ചെറുപ്പക്കാരനാണ്, അത് നമുക്കറിയാലോ. അത് പറയാനാണ് വിളിപ്പിച്ചത്. ശിവ, അച്ഛൻ പറ. അച്ഛാ, ഈ വീട്ടിലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോവാണ്. അതല്ല, കേശുവിന് ഒരു കാറ് വേണം, അത്രേ ഉള്ളൂ. അതാന്നോ കാര്യം? ഓണത്തിന് തൃക്കാക്കര ഉത്സവം വരുമല്ലോ, നമുക്കൊരെണ്ണം അങ്ങ് മേടിച്ചേക്കാം. കേശു, കാറിന്റെ കാര്യം സെറ്റേ, ഓണത്തിന് വാങ്ങിത്തരും. അപ്പൊ ശരി. കുഴപ്പമുള്ളത്തച്ഛ, ഉത്സവത്തിന് കളിപ്പാട്ടം മേടിച്ചിരുന്ന കാര്യമാണ് ഇപ്പൊ അമ്മൂമ്മ പറഞ്ഞത്. പിന്നെ ഒറിജിനലോ? എന്താ അമ്മായി പറയണത്? അവനൊരു ചെറുപ്പക്കാരനല്ലേ, അവനുണ്ടാവില്ല ആഗ്രഹങ്ങള്, ബൈക്ക്, കാറ്, എക്സെട്രാ എക്സെട്രാ. ഇതൊക്കെ നമ്മളല്ലേ സഹായിച്ചു കൊടുക്കേണ്ടത്. ഇപ്പൊ ഓണമാണ് വരുന്നത്, ഓണത്തിന് ഒരുപാട് ഓഫർ ഉണ്ടാവും. ഒരു കാറങ്ങ് വാങ്ങി കൊടുത്തേര്. ആഗ്രഹമൊക്കെ ഉണ്ട് ജനാർദ്ദന, ഒരു വണ്ടിയൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ലക്കും ലഹാനും ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ടേ വല്ല അപകടവും വിളിച്ചു വരുത്തിയാലോ? അങ്ങനെയൊക്കെ ചിന്തിച്ച കാര്യം നടക്കും അമ്മ. ഇപ്പൊ അപകടം വരുമെന്ന് കരുതി ആരെങ്കിലും കാർ ഓടിക്കാതിരിക്കുവോ? അങ്ങനെയല്ല, അപകടം വരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ സീതയുടെ കല്യാണം കഴിച്ചത്. അല്ല, വിട്ടേക്ക്, നമുക്ക് KCB-യിലേക്ക് പോവാം. ഇപ്പൊ തന്നെ KCB ജീവനക്കാര്
ലൈൻമാൻമാരുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഓവർസിയർ ഉണ്ട്. ഇവരൊക്കെ ഷോക്ക് അടിക്കുമെന്ന് പേടിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. ഇതേപോലെ ചെറുവത്തൂർ ഡിവിഷനില് ഞാൻ അച്ഛാ കാര്യം മാറിപ്പോ അച്ഛാ. ഇപ്പോഴത്തെ നമ്മളെ വിഷയം എന്തുവാ? കാറല്ലേ? കാറ്. ആ അപ്പൊ നമുക്ക് കാറിലേക്ക് കടക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്റെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാവപ്പെട്ട യുവാവിന് ഒരു കാറ് വാങ്ങി കൊടുക്ക്. അമ്മുമ്മ, അച്ഛനെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു കാര്യമാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അകത്ത് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനം. അത് നല്ല പോയിന്റ് ആണത്. അത് എന്നാ പിന്നെ വാ, നമുക്ക് ആലോചിക്കാമല്ലോ അല്ലേ? നിങ്ങളെല്ലാരും ചെല്ല്. ഞാൻ ചേട്ടനോടൊരു കാര്യം ചോദിച്ചു. ഞാനോടാണോ? ഇല്ല, വേണ്ട. മോൻ വേണം ഇവരുടെ കൂടെ. ഏത് കാറ് വാങ്ങിക്കണം, ഏത് മോഡൽ വാങ്ങിക്കണം, എന്തൊക്കെ വേണം എന്നൊക്കെ മോനല്ലേ അറിയാവുള്ളൂ. അത് തന്നെ, മക്കള് വാ. എന്നാ പിന്നെ വാ. വാ നടക്കേ. കാറിന്റെ കാര്യം സെറ്റായി. ഓക്കെ, കുഴപ്പമില്ല. ഇരുന്ന് സംസാരിക്കാൻ പറയാൻ. ഓക്കെ, അതായത് നമുക്ക് ചോപ്പ് വേണോ പച്ച വേണോ കാറ്? പച്ച മതി. സൺറൂഫ് ഉള്ളത് വേണ്ടേ? എന്താന്ന് എന്ത് വെറുതെ എന്റെ വായിലിരിക്കുന്ന കേൾപ്പിക്കരുത് കേട്ടാ. സത്യം എന്താന്ന് വെച്ചാ പറഞ്ഞു. സീതേ, നിനക്കിതെന്താണ്? കേശുവിന് കാറ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഇപ്പൊ കാണിച്ച ഒരു നമ്പറില്ലേ, അതെന്താന്ന് എനിക്കറിയണം. അത് നമ്പറൊന്നുമല്ല. പിന്നെ അത് എനിക്ക് അങ്ങനെ തോന്നി. അവന് വേണ്ടി, അവനൊരു ചെറുപ്പക്കാരനാണല്ലോ, അവനും ഉണ്ടാവല്ലോ ആഗ്രഹങ്ങള്. അപ്പൊ ഞാനത് ഇവിടെ അവതരിപ്പിച്ചു, അത്രേ ഉള്ളൂ. അവനൊരു ചെറുപ്പക്കാരനല്ലേ? അതെ. സിദ്ധു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ അറിയോ? അത് നമ്മുടെ മോനല്ലേ? ആ അറിയാപ്പം. അവൻ എത്ര കാലമായി നിങ്ങളോടൊരു കാറിന്റെ കാര്യം പറയുന്നു? ഞാൻ എത്ര കാലമായി നിങ്ങളോടൊരു കാറിന്റെ കാര്യം പറയുന്നു? അപ്പോൾ ഒന്നും ഓക്കെ പറയാത്ത നിങ്ങള് ഇപ്പോ കേശുവിന്റെ കാറിന്റെ കാര്യം ഇത്ര കാര്യമായിട്ട് പറയാൻ? ഞാനത് പറഞ്ഞില്ലേ, എനിക്ക് തോന്നി അവന് വേണ്ടി ഒന്ന് ഈ വീട്ടിൽ സംസാരിക്കണമെന്ന്. ഞാൻ സംസാരിച്ചു, അത്രേ ഉള്ളൂ. ചുമ്മാതല്ല, കേശു അത് നിങ്ങളെ കൊണ്ട് ഇവിടെ അവതരിപ്പിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് എന്തോ, അല്ലാതെ ചുമ്മാതൊന്നും അങ്ങനെ പറയത്തില്ല. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? കേശു എന്താ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു? ഒന്നുമില്ല, അങ്ങനത്തെ ഒരു സംഭവമില്ല. വെറുതെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. ഈ പറച്ചിലൊക്കെ നേഴ്സറി പിള്ളേരുടെ അടുത്ത് പറഞ്ഞാൽ മതി, എൻ്റെ അടുത്ത് പറയണ്ട. എന്നാ നഴ്സറി വിടട്ടെ, ഞാൻ പോയി പറയാം. അയ്യോ, ഭയങ്കര വളിച്ച തമാശ. ദേ, മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നം ഞാൻ ഉണ്ടാക്കും. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണത്? ഇത് പറഞ്ഞില്ലെങ്കിൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. ഇനി ഞാൻ ശബ്ദം കൂടി സംസാരിക്കും. എന്നാ മര്യാദയ്ക്ക് കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാം. എന്നാ പറ. വേറൊന്നുമില്ല, നിസാര കേസാണ്. അതായത് സുധാകരനും ജഗന്നാഥനും ഇല്ലേ, നിങ്ങളിവിടെ റിട്ടയർഡ് ആയി ഒരുമിച്ച് KCB ഉണ്ടായിരുന്നത്. മനസ്സിലായി. അവര് ഇന്നലെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിന് ഞങ്ങള് കണ്ടു. അതിന് കണ്ട സ്ഥലമാണ് പ്രശ്നം. എന്താ സ്ഥലത്തിന് കുഴപ്പം? ബാറിൽ വെച്ചാ കണ്ടത്. ബാറോ? നിങ്ങള് വെറുതെ എന്റെ മനുഷ്യ നിങ്ങള്. അപ്പൊ നിങ്ങളെ കുടിച്ചു വന്നില്ലേ? എന്റെ ദൈവമേ, ഇന്നലെ എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു എനിക്ക് തലവേദന എടുക്കാന്ന് പറഞ്ഞ് വന്ന് കിടന്നുറങ്ങി. കുടിച്ച് ഫിറ്റായിട്ട് കിടന്നുറങ്ങി. നിന്നെ പേടിച്ചിട്ടാണ്, നീ അറിയണ്ടെന്ന് കരുതി ഞാനൊരു ശല്യം ഉണ്ടാക്കാണ്ട് കിടന്നുറങ്ങി. ആരും പറഞ്ഞിട്ടില്ല. ആരും അറിയണ്ട, അതവിടെ നിൽക്കട്ടെ. ആ പ്രശ്നത്തിന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട്. അതും കേശുവും തമ്മിലുള്ള ബന്ധം എന്താ അതെനിക്കറിയണ്ടേ. കാര്യത്തിലേക്ക് വാ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ കേശു എന്നെ കണ്ട്. ഞാൻ കേശുവിനോട് പറഞ്ഞ, എടാ ആരോടും പറയരുത്, പ്രത്യേകിച്ച് സീതനോട് നീ പറയരുത്, ഒരു കുഴപ്പമില്ലാത്ത ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടാണ്. ഇന്ന് കാലത്ത് നേരം വെളുത്തപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. ഒരു കാർ വേണമെന്ന് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കരുത്, അങ്ങനെ പറഞ്ഞതാണ് സീത.
நம்ம உண்மையாவே கார் வாங்க போறோமா? ജനാർദ്ദനൻ നമ്മളോടൊരു കാര്യം പറഞ്ഞതല്ലയോ? പിന്നെ തന്നെയല്ല, നമുക്കൊരു കാർ ആവശ്യമാണല്ലോ. എന്തായാലും നോക്കാം. എന്താണ് രണ്ടും കൂടെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ? ഒന്നുമില്ല. അമ്മൂമ്മേ, കാറൊക്കെ മേടിക്കാം. പക്ഷേ എനിക്കൊരു സംശയം. ഏത് കാർ മേടിക്കണം, ഏത് കമ്പനിയുടെ കാർ വേണം, ഏത് കളർ വേണം എന്നുള്ളതൊക്കെയാണോ? അതൊന്നുമല്ല. പിന്നെ ശിവ, ഇവന്റെ ഈ മെനകെട്ട മോന്ത കണ്ടിട്ട് നിനക്ക് നിന്നും തോന്നുന്നുണ്ടോ? ഉണ്ട്. നല്ല ഒന്നാം തരം കള്ള ലക്ഷണം തോന്നുന്നുണ്ട്. ചേച്ചി, ഇതിനു മുന്നേ സിദ്ധു അളിയൻ അച്ഛനോട് ഒത്തിരി തവണ കാറ് വാങ്ങുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ അച്ഛൻ എന്തുവാ പറഞ്ഞേ? വേണ്ടാന്ന്. ശേഷം ചേച്ചി അങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ടിരിപ്പോഴത്തേക്കും ചേച്ചിയും ചോദിച്ചല്ലോ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാന്ന്. അച്ഛൻ എന്തുവാ പറഞ്ഞേ? മോളെ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞാലേക്ക് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ വീട്ടിലെ ആര് ചോദിച്ചിട്ടും കാറ് വാങ്ങാൻ സമ്മതിക്കാത്ത അച്ഛൻ എന്തിനാണ് ഇവന്റെ കേസിൽ ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നത്? അതിനർത്ഥം എന്തോ ഉടായ്പുണ്ടെന്നാണ്. മക്കളെ കേശുവേ, എന്താ ഉടായ്പ്? എനിക്കൊരു ഉടായ്പൂല്ല. പിന്നെ എന്താ? എനിക്കൊരു ഉടായ്പൂല്ലെന്ന്. ഓ, അവരുടായ്പൊന്നും ഇല്ലെന്ന്. ശരിയായിക്കോട്ടെ ചേച്ചി, വേറൊരു എക്സാമ്പിൾ ഞാൻ തരാം. അതായത് എനിക്കിപ്പോ ചേച്ചിയെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിച്ചെടുക്കണം. പക്ഷെ ചേച്ചി എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ചേച്ചി പണ്ട് കാണിച്ച എന്തെങ്കിലും ഒരു ഡയപ്പ് നൈസായിട്ട് വെളിയിലിറക്കും. എന്നിട്ട് അത് ആരോടും പറയാതിരിക്കണമെങ്കിൽ എന്റെ ആവശ്യം സാധിച്ചു തരണമെന്ന് പറയും. ബ്ലാക്ക് മെയിൽ ഉണ്ടാകോ ഇല്ലയോ? അപ്പൊ ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്യോ ഇല്ലയോ? ചെയ്യും. എന്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ യേശു മോനും ഇവിടെ സെയിം ടാക്സ് ആണ് ഇറക്കിയിട്ടുള്ളത്. ഇവനെ അച്ഛൻ്റെ എന്തോ ഉടായ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ആരോടും പറയാതിരിക്കണമെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് നൈസായിട്ട് അച്ഛനെ അങ്ങോട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു. അല്ലാണ്ട് അച്ഛൻ സമ്മതിക്കുന്നു ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ജനാർദ്ദൻ എന്തുടായിപ്പോ? അയ്യോ, അതൊരു പാവം മനുഷ്യൻ. പാവം മനുഷ്യനൊക്കെ തന്നെയാ, പക്ഷെ പകുതിയും ഉടായ്പാണ്. സിദ്ധുവിനെ പോലെ ഒന്നുമല്ല, ചില സമയത്തുണ്ടല്ലേ ലോക കള്ളനാ. യേശുവേ, സത്യം പറഞ്ഞു. ഞാൻ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ പിന്നെ ഒരുമാതിരി മറ്റേ ഇൻട്രോവേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഞാനേ, നിങ്ങൾ പറ്റുമെങ്കിൽ എന്നെ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ താങ്കൾ എന്നെ വിശ്വസിക്കണ്ട പോരെ. ഒരു സത്യം പറഞ്ഞിട്ടെ, കുഴപ്പത്തച്ഛൻ എന്റെ അടുത്താണ് പറഞ്ഞത്, മോനെ നമുക്ക് കാർ മേടിക്കാന്ന്. കൊള്ളാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ പറ, ഞാൻ കൂടെ കട്ട സപ്പോർട്ടിനുണ്ടെന്ന് പറഞ്ഞു. വിശ്വസിക്കണ്ട. രണ്ടാമ്മ ഇതാണ് ഇപ്പൊ ഈ ലോകത്ത് നല്ലത് പറയുന്നവർക്കും ഉള്ളത് പറയുന്നവരെ ഒന്നും ആരും വിശ്വസിക്കൂല. വിശ്വസിക്കേണ്ടതായിരുന്നു. ഞാൻ അപ്പുറത്ത് പോണു. ഓ, മുങ്ങുന്നു നല്ല ക്ലാസിക്കൽ മുങ്ങല്. അത് കണ്ടറിയാൻ എന്തോ ഉടായ്പുണ്ട്. ഉറപ്പ് എഴുതി വെച്ചോ? അത് ഉറപ്പല്ലേ. അവൻ മുങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. സത്യം ഞാൻ അച്ഛന്റെ വായി നിറഞ്ഞു. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അച്ഛാ, അച്ഛാ, ഞാൻ ഒരു കാര്യം ചോദിച്ചാ അച്ഛാ സത്യം പറയൂ? പിന്നെയും ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നത്. എന്താണ് പ്രശ്നം? പറ. യേശുവിന് കാറ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ചൊരു ചോദ്യമാണ്. മോളെ, ഞാൻ പറയാം. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, അച്ഛൻ ഇന്നലെ അച്ഛൻ്റെ 2 കൂട്ടുകാരുമായിട്ട് ബാറിൽ കയറി അടിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് കേശു കണ്ടു. കേശു കണ്ടപാടെ അച്ഛൻ കേശുവിനോട് പറഞ്ഞു, ദൈവം ഏത് സീതയോട് ഇത് എന്ന് പറയരുത്, വീട്ടിൽ ആരും ഇത് അറിയരുത്, കുടിച്ചിട്ട് വരുന്നതേ. കേശു അപ്പൊ അത് സമ്മതിച്ചായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കേശുവിന്റെ സ്വഭാവം മാറി. കേശു ബ്ലാക്ക് മെയിൽ ചെയ്തു. കേക്ക് കേക്ക്, ഞാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു? ഇപ്പൊ കറക്റ്റ് ആയില്ലേ? അവൻ നല്ല ഉടായ്പാണ്. ജനാർദ്ദനം കുടിക്കൂ? പിന്നെ നീങ്ക എതുക്ക് ബാർക്ക് പോനീങ്ക? കൂട്ടുകാര് കമ്പനിക്ക് വിളിച്ചപ്പോ അവരുടെ കൂടെ ഒരു സോഡ കുടിക്കാൻ വേണ്ടി പോയതാ.
അല്ല അച്ഛാ, അവൻ ഇത്രയും വലിയൊരു ബ്ലാക്ക് മെയില് ജസ്റ്റ് ഒരു കാറിലും ഒതുക്കിയോ? ജസ്റ്റ് ഒരു കാറോ? അല്ല, അവന്റെ സ്വഭാവം വെച്ചിട്ട് വേറെ പലതും ചോദിക്കേണ്ടതാണ്. മോളെ, ഇന്നലെ രാത്രി മുതൽ അവന്റെയും കൂട്ടുകാരന്റെയും ഫുഡ്, ഇന്നലെ പുതിയതായിട്ട് പുറത്തിറങ്ങിയ തമിഴ് സിനിമയുടെ ടിക്കറ്റ്, ഈ നിമിഷം വരെ അവരെന്റെ നിലവിലാണ്. അച്ഛൻ എന്തോ കാര്യമുണ്ട് അച്ഛാ, പറഞ്ഞുകൊണ്ടിരുന്നത് പറ്റത്തില്ല എന്ന്. ഞാൻ ആലോചിച്ചപ്പോ നമ്മുടെ പിള്ളേരല്ലേ, ഞാനും എന്റെ കൂടെ അങ്ങ് കൂടി, അത്രേ ഉള്ളൂ. சரி இப்ப அந்த விஷயம் முடிஞ்சது. நம்ம காரை பத்தி பேசுவோமா? ഇന്ത വിഷയം മുടിഞ്ഞൂന്ന് ആരാ പറഞ്ഞേ? വിഷയം തുടങ്ങാൻ പോണല്ലേ, കഥ ഇനി തുടങ്ങണേ ഉള്ളൂ. ചേച്ചി പുതിയ കഥ എഴുതാൻ പോണോ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് ഇതേവരെ കഴിഞ്ഞിട്ട് എത്ര നേരമായി തുടങ്ങിയിട്ട്? അച്ഛൻ പറഞ്ഞത് അച്ഛൻ ബാറിന്റെ ഫ്രണ്ടിൽ വെച്ച് അവനെ കണ്ടു എന്നല്ലേ? ആ അതെ. എന്റെ ചോദ്യം, കേശു എന്തിന് അവിടെ വന്നു? അത് ശരിയാണല്ലോ. കേശു എന്തിനാ മാറിപ്പോയേ? ആ എന്തിനാ മാറിപ്പോയേ? என்ன லட்சு இது, நீ என்ன அவனை சந்தேகப்படுறியா? பாருக்கு வெளியில தானே அவங்க பார்த்தாங்க. கேசு குடிக்கலாம் மாட்டான். മാട്ടയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അച്ഛാ, എന്റെ അവസാനത്തെ ചോദ്യം. ഇനിയും ചോദ്യോ? ഒരു ലോഡ് ചോദ്യം കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. ശരി, ചോദിക്ക്. അച്ഛൻ എവിടെ വെച്ചാണ് ശരിക്കും കേശുവിനെ കണ്ടത്? ഞാൻ ബാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബാറിന്റെ വാതിക്കൽ വെച്ചിട്ടാണ് കേശുവിനെ കാണുന്നത്. ബാറിന്റെ വാതിക്കൽ വെച്ചിട്ടല്ലേ? ആ അതെ. അതായത് അച്ഛൻ ബാറിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കേശു അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരുന്നോ? അത് കൃത്യമായിട്ട് ഓർക്കണില്ല. അവിടെ വെച്ചിട്ടാണ് കണ്ടത്. കേശു അച്ഛനെ കണ്ടപ്പോ കേശു പരിങ്ങിയായിരുന്നു? പരിങ്ങിട്ടുണ്ടാവണമല്ലോ, ഞാൻ ഓർക്കണില്ല. എന്നാലും അവനൊന്ന് പരിങ്ങിട്ടുണ്ടാവും. അച്ഛൻ പരിങ്ങിയായിരുന്നോ? അച്ഛൻ പരിങ്ങുന്ന, ഞാൻ പേടിച്ചിട്ട് ഞാൻ തിരിഞ്ഞു ഓടാൻ പോയതാണ്. പക്ഷെ അവൻ അപ്പോഴേക്കും എന്നെ കണ്ട്. അപ്പൊ ഞാൻ നേരെ ചെന്ന് അവന്റെ മുമ്പിൽ കീഴടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു കേശു, എന്നെ ബാറി കണ്ട കാര്യം നീ ഇവിടെ വന്ന് പറയല്ലേ, അത് മാത്രമല്ല പ്രത്യേകിച്ച് സീതനോട് പറയല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് മുതലാക്കിയിട്ടാണ് കേശു അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്യണത് അതെ. അല്ലേ? ആദ്യമൊക്കെ അവൻ മര്യാദക്കാരനായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോ അവന്റെ സ്വഭാവം മാറി. ഒരു ലാസ്റ്റ് ചോദ്യം കൂടെ. ഇത് തീർന്നില്ല ഇത്. ഇപ്പൊ തീരും. ശരി, ചോദിക്കും. അവൻ അവിടെ ഒറ്റയ്ക്കായിരുന്നോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അവന്റെ കൂടെ കൂട്ടുകാരനുണ്ടായിരുന്നു. കൂട്ടുകാരനുണ്ടായിരുന്നു. കൂട്ടുകാരുടെ പേരെന്തെങ്കിലും ഓർമ്മയുണ്ടോ? പേരൊന്നും ഞാൻ എന്തോ ഞാൻ ഓർക്കണല്ല. പേര് വേണ്ട. കണ്ടാ തിരിച്ചറിയുന്ന അടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കണ്ടാ തിരിച്ചറിയണ അടയാളം എന്താണ്? ഒരു മാന്യന്റെ ലുക്കാണ്, പക്ഷെ കയ്യിലിരിപ്പ് മഹാ ഉടായിപ്പാണ്. ചേച്ചി, മാന്യന്റെ ലുക്ക്, ഉഡായിപ്പ്, കയ്യിലിരിപ്പ്. ജോഷുവ? അത് തന്നെ, ജോഷുവ. അത് തന്നെയാണ് പേര്. കേശു വിളിക്കണത് ഞാൻ കേട്ടാണ്. മതി, എനിക്ക് ഇത്രയും അറിഞ്ഞാ മതി. ബാക്കി വെച്ച് കേശു ശരി തരാം. എന്താ ചേട്ടാ അങ്ങനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞേ? ഇത് എവിടെയായിരുന്നു? കുറെ നേരമല്ല പോയിട്ട്. ഞാൻ പോയി നടന്നങ്ങ് പോയി. കാര്യം പറ. അതെ, ഞങ്ങള് ചർച്ച ചെയ്തപ്പോഴേ കാറിന്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ. ഓ, അപ്പൊ ഇപ്പൊ എല്ലാം വിശ്വാസമായി. ആ, കാറിന്റെ കാര്യത്തിൽ എന്താണ് കൺഫ്യൂഷൻ? കളർ ഏതെടുക്കണം? പലവരും പല കളറാന്നേ പറയണേ. കളർ എന്റെ ഒരു അഭിപ്രായത്തില് നമുക്ക് ഡുവൽ കളർ എടുക്കുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോ ഒരു 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 ആന ചന്തം കാണും. ഡുവൽ കളർ അല്ലേ? ആ, സൂപ്പർ ആയിരിക്കും. ശരിയാ, സൂപ്പർ ആയിരിക്കും. കാരണം ഈ മിക്സിങ് എപ്പോഴും നല്ലതാണ്. മിക്സിങ് നല്ലതാണ്. അതെ, വാ നമുക്ക് എന്നാ പിന്നെ അകത്ത് പോയിട്ട് എല്ലാവരും കൂടെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് സംസാരിക്കും. നടക്കങ്ങട്. അതായത് ഈ സാധാരണ ഡ്യുവൽ കളർ എന്ന് പറഞ്ഞാല് സാധാരണ ഡ്യുവൽ കളർ എന്ന് പറഞ്ഞാല് എല്ലാം കറുപ്പും വെള്ളയായിരിക്കും. ഇതെറ്റി എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ? ഓ, ഈ കളറിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കും അല്ലേ ചേച്ചി? അതാണ് ഇപ്പൊ എന്നെ വിളിച്ചു വരുത്തിയത്. അതായത് നമുക്ക് ഈ കറുപ്പും പച്ചയുള്ള ഒരു കോമ്പിനേഷൻ പിടിക്കാം. ആ ഒരു മിക്സിങ് ആകുമ്പോ പൊളിക്കും. നീ രണ്ട് കാര്യം പറഞ്ഞാ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞായിരുന്നു. കാറിന്റെ ബാറിന്റെ കാര്യം മനസ്സിലായില്ല. അശ്യോ ചേച്ചി, അവന് മനസ്സിലായില്ല, പാവം.
ഒന്ന് ഇരുത്തി എന്ന് പറഞ്ഞു കൊടുത്തേ, അപ്പൊ ചിലപ്പോ മനസ്സിലാവുമായിരിക്കും. നീയേ അച്ഛനെ ബാറിന്റെ മുമ്പിൽ വെച്ച് കണ്ട കാര്യം അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്റെ ചോദ്യം, നീ എന്തിനു അവിടെ പോയി? ഞാനേ സംഭവേ വളരെ യാദൃശ്യമായിട്ട് അതും ഇങ്ങനെ നടന്നു പോയപ്പം വളരെ യാദൃശ്യമായിട്ട് ആ കുഴപ്പണത്തച്ഛൻ ആ ബാറിൽ നിന്ന് ഇറങ്ങി വന്നപ്പം അതിലും വളരെ യാദൃശ്യമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതാണ്. സൂപ്പർ, ഭലേ ബേഷ്, ഒന്നും പറയാനില്ല. നമ്മൾ എല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ചു. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. സത്യം പറയുന്നുണ്ടോ അതോ നിങ്ങൾ 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 എന്താണ് പറഞ്ഞു പറഞ്ഞത്? ഞാൻ മദ്യപാനം കുടിച്ചെന്നാ? മദ്യപാന ആരോപണം. മദ്യപാന ആരോപണോ? അരവണേ അമ്മുമ്മേ, ഇപ്പോഴേ ചെക്കന്റെ വാക്കൊക്കെ തെറ്റി തുടങ്ങി. ശരിയാടാ, സൂപ്പർ ആയിട്ടുണ്ട്. ഇതെന്തോ കൂടി ഉടായിപ്പാ. ഇല്ല കേട്ടാ, ഇല്ലേ ഇല്ലേ, സത്യമായിട്ട് ഞാൻ ഇല്ല. എവിടെ പോണ് നീ? എവിടെ പോണ് നീ? അല്ല ഫോൺ ചേച്ചി ആരെങ്കിലും കോൾ ചെയ്യുന്ന ജോഷുവ തീർന്നു. പറയടാ. കേശുവാ? അയ്യോ, കേശു ഇപ്പൊ ബാത്റൂമിലാണല്ലോ. അവൻ വരുമ്പോ ഇറങ്ങുമ്പോ വിളിച്ചാ മതി എന്ന് പറഞ്ഞാ മതിയോ? ആ അല്ല ജോഷുവാ, നീ ഇപ്പൊ എവിടെയുണ്ട്? നീ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ആണോ? എന്നാ ഒന്ന് കേറിയിട്ട് പോടാ. അല്ല, കൊറേ നാളായല്ലോ എല്ലാവരെയൊക്കെ കണ്ടിട്ട്. ഇപ്പൊ എല്ലാരെയും കണ്ടിട്ടൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇപ്പൊ തന്നെ പോരെ? ശരി, ഓക്കെ. അച്ഛ ഒന്ന് മാറി. ഞാൻ കയറണോ? നിങ്ങൾ എവിടെ പോണം? നിങ്ങൾ ഇവിടെ നിൽക്ക. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ പോയത്. ഇവിടെ നിൽക്ക. ഇടയ്ക്ക് രക്ഷപ്പെടാൻ നോക്കും. ഇനിയേ ഞാൻ പറഞ്ഞിട്ട് നീ പുറത്തേക്ക് ഇറങ്ങിയാ മതി. ചേച്ചി ഞാന് ഹലോ. ആ ചേച്ചി, എന്തേ ചേച്ചി ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ചുമ്മാ ഇത്ര നാളായി കണ്ടിട്ട്. ചേച്ചി കേശകാകത്തുണ്ടാ? പിന്നെ കേശവത്തുണ്ട്, നീ അതേക്ക് വാ. ആ ഹലോ. അതെ, ആ ഇതെന്റെ അമ്മായി അമ്മ, അതെന്റെ അമ്മായിയപ്പൻ. ഇതെന്താ എല്ലാവരും? നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. അപ്പൊ ഇങ്ങനെ വിശദമായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കാണുന്ന ചേച്ചി വന്നതാ. മോനെ ജോഷുവ. ആ ചേച്ചി പറഞ്ഞു. ഞാൻ നിന്നെ എന്റെ സ്വന്തം അനിയനെ പോലെ അല്ലേ കണ്ടത്? അതേലോ. நான் உன்னை என்னோட சொந்தம் தம்பி மாதிரி தானே பாத்திருக்கேன். ആണല്ലോ. ഞാൻ സ്വന്തം മോനെ പോലെ അല്ലോടാ നിന്നെ കണ്ടേ. അതെ. ഞാൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെ അല്ലേ കണ്ടേ? അതെ. ഞാനും എന്റെ സ്വന്തം സഹോദരനെ പോലെ അല്ലയോ നിന്നെ കണ്ടേ? സത്യം. നമ്മള് പിന്നെ ആയിട്ടില്ല. ജോഷുവാ. ജോഷുവ. ജോഷുവാ, വേറൊന്നുമല്ല. ഇന്നലെ മോനും ഇവിടുത്തെ ഒരു മോനുണ്ടല്ലോ കേശു, കേശുവും കൂടെ ബാറിന്റെ ഫ്രണ്ടിൽ വെച്ച് കണ്ടില്ലായിരുന്നോ? കണ്ടായിരുന്നു. അതെ. ബാറിന് എന്തിനാ നിങ്ങൾ പോയത്? അത് നമ്മൾ ചുമ്മാ. പിന്നെ ചുമ്മാ ബാറിൽ പോവോ? എന്തിനാ ബാറിൽ പോയത്? ചുമ്മാ പറ. സത്യം. അതെ, കേശുവെല്ലാം പറഞ്ഞായിരുന്നു. അല്ലേ? അതിന്റെ ചേച്ചി ഒരു ബിയർ അടിക്കാൻ കയറിയത് ഞാൻ. ഒരു ബിയർ അടിക്കാൻ കയറിയതാണേ, വേറെ ഒരു ബിയർ. അപ്പൊ നീ ഒരു ബിയർ അടിച്ചു, സമ്മതിച്ചു? ആ, ഒരെണ്ണം അടിച്ചു. അപ്പൊ കേശുവോ? ആ, ഞാൻ ഈ ഒരു ബിയർ അടിച്ചല്ലോ. അപ്പൊ ഞാൻ നിർബന്ധിച്ചപ്പോ മതി, ഇത്രയും അറിഞ്ഞാ മതി. മാറിക്ക്, പുറത്തേക്ക് എന്താ ഇനി സത്യം പറ. നീ ഇന്നലെ കുടിച്ചോ? ഞാൻ കുറിച്ചൊന്നുമില്ല. കേശു സത്യം പറഞ്ഞ പല്ലടിച്ചാൻ താഴിടും. ഞാൻ ഉള്ളവരാണ് പറഞ്ഞത്, ഞാൻ കുറിച്ചിട്ടൊന്നുമില്ല. ഇവൻ പറഞ്ഞായിരുന്നല്ല. ഇവൻ എന്തോന്ന് പറഞ്ഞു? ഇവൻ നിർബന്ധിച്ചപ്പോ
നിർബന്ധിച്ചപ്പോ ഞാൻ കുടിച്ച എന്റെ ചേച്ചി അവൻ കുടിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. നീ കുറച്ച് മുന്നേ എന്നോടാ പറഞ്ഞത്. എന്നെ നിങ്ങൾ പറയാൻ വിട്ടിട്ട് വേണ്ട വല്ലതും. ഞാൻ പറയാം. ഇന്നലെ ഞാൻ ബാറിൽ പോയല്ലോ, അപ്പൊ ഇവനെയും കൊണ്ട് പോയി. ബാറിൽ പോയി കുടിച്ചു കഴിയുമ്പോ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ബൈക്ക് ഓടിക്കാൻ ഒരാൾ വേണ്ടേ, അതിനാണ് ഞാൻ ഇവനെ കൊണ്ടുപോയത്. അതാണ് സംഭവം. അത്രയുള്ള സംഭവം. ബാക്കി പറയടാ, പറയാം. അപ്പോ ഞാനൊരു ബിയർ അടിച്ചപ്പോ അവിടെ അടുത്ത് ടച്ചിക്സ് ഉണ്ടാവുമല്ലോ, ഞാൻ നിർബന്ധിച്ചപ്പോ അവൻ ആ മിച്ചർ മുഴുവൻ ഇരുന്ന് തിന്നു. അതാണ് ഞാൻ പറയാൻ വന്നത്. മിച്ചർ മുഴുവൻ ഇവൻ തിന്നെന്ന്. ഒരു കിലോളം മിച്ചറാണ് ഇവൻ തിന്നത്. ആ മിച്ചർ മാത്രമാണ് ഞാൻ നിന്നത്. അവിടെ പോയിരുന്നൊരു സോഡ പോലെ കുടിക്കാത്ത എന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഞാൻ വെള്ളം അടിച്ചെന്ന് പറഞ്ഞല്ലേ? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടാ, യവൻ ഒന്നല്ല 3 ബിയറാണ് അടിച്ചത്. ഭയങ്കര കപ്പാസിറ്റി ഉണ്ടോ? നീ മൊട്ടാന്ന് വരുന്നില്ലല്ലോടാ. നീ ബിയർ കുടിച്ചോടാ. സ്വന്തം മോനെ പോലെയാന്ന് പറഞ്ഞു. സ്വന്തം മോനായതുകൊണ്ടാണ് അടിച്ചേ. എടാ ഉയിര് വേണമെങ്കിൽ ഇറങ്ങി ഓടാ മണ്ട. പേടിക്കണ്ട, അവൻ അവന്റെ സ്വന്തം പാവാടപ്പാണ്ടി തട്ടി വീണതാ.